അവർ നെല്ലിക്കാട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ടോണി വിളിച്ച് വല്യമ്മച്ചി വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സന്തോഷമായി ടോണിക്ക്. അമ്മച്ചി, ഞാൻ കേട്ടതുള്ളതാണോ? അല്ലു വഴക്കെല്ലാം മാറി വന്നോ? മകൻ വിശ്വാസമില്ലാതെ ചോദിക്കുന്നത് കേട്ടപ്പോൾ വല്യമ്മച്ചിക്കും സന്തോഷമായി. തന്റെ മോന് കുറ്റബോധമുണ്ടായിരുന്നു ഇതുവരെ. അവൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന കുറ്റബോധം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ടോണി ചോദിക്കുന്നത് എന്ന് മനസ്സിലായി അമ്മച്ചിക്ക്. മോനെ, നീയും മക്കളും കൂടി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. ഇനിയുള്ള കാലം നമുക്കിവിടെ കഴിയാം. ഇനി വരുമ്പോ മോളെ കൂടി കൊണ്ടുവരണം കേട്ടോ. ചാരുമോള് മാത്രമായിരുന്നു ഇതുവരെ നമ്മുടെ തറവാട്ടിലെ പെൺകുട്ടി. ഇപ്പൊ കൂട്ടിന് അവൾക്കൊരു ചേച്ചി കൂടിയുണ്ട്. അമ്മച്ചി സന്തോഷത്തോടെ പറഞ്ഞു. അവൾക്കിപ്പോ വരാൻ ഒക്കില്ല അമ്മച്ചി. അടുത്ത മാസം എക്സാം തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ. ഞങ്ങൾ നാളെ തന്നെ പുറപ്പെടാം. എനിക്ക് മല്ലുവിനെ കാണാൻ തിടുക്കായി. ചന്ദനയെ ഇരട്ട കുട്ടികളുടെ അമ്മയാകാൻ പോകുന്ന അവളെ കാണുന്ന എനിക്ക് ഒത്തിരി വിഷമിച്ചതായിരുന്നു രണ്ടുപേരും. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ടോണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്തിരിക്കുന്ന വിമലയ്ക്കും കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. അമ്മയും മകനും പിന്നെയും വിശേഷങ്ങൾ പറഞ്ഞു. നീണ്ട വിശേഷം പറച്ചിലിനൊടുവിൽ ഫോൺ വെച്ച് ഭാര്യയോടും അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും സന്തോഷമായത് ചന്ദനയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോഴായിരുന്നു. ആശ്വാസമായി. കുറ്റബോധമായിരുന്നു ഇതുവരെ. ആലോഷ്യ മനസ്സിലാക്കിയില്ലല്ലോ എന്ന കുറ്റബോധം. എന്തായാലും എല്ലാം ശരിയായല്ലോ. ഇനി നമ്മുടെ സന്തതി എന്താണാവോ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു തലതെറിച്ച് വിത്ത് എന്റെ വയറ്റിൽ പിറന്നല്ലോ. വിമല സ്വയം കുറ്റപ്പെടുത്തി. എല്ലാം ശരിയാകും. ഇപ്പം മനസ്സിലായില്ലേ, അവനും ബോധം വയ്ക്കാനുണ്ട്. പെട്ടെന്ന് എല്ലാം കൂടി കയ്യിൽ വന്നപ്പോ ആർത്തി മൂത്തു. അതാണ് ഉണ്ടായത്. അവൻ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ പോകും അവിടെ. ടോണി തന്റെ തീരുമാനം പറഞ്ഞു. വിമല നെടുവീർപ്പോടെ അയാളെ നോക്കിയിരുന്നു. അലോഷി നേരെ പോയത് നായരേട്ടന്റെ കടയിലേക്കായിരുന്നു. മോഹൻ പതിവ് പോലെ കണക്കുകളെല്ലാം നോക്കുകയാണ്. അലോഷി പഠിപ്പിച്ചതാണ് അവനെ. അതാത് ദിവസത്തെ വരവ് ചെലവുകൾ കൃത്യമായി എഴുതി വെക്കുകയും കണക്കുകളിൽ എല്ലാം കൃത്യത ഉണ്ടാവുകയും വേണമെന്ന്, അല്ലെങ്കിൽ നഷ്ടം വരുന്നത് അറിയില്ലെന്നും മാനേജ് ചെയ്യാൻ പാടുപെടുകയും ചെയ്യുമെന്നും അലോഷി പറഞ്ഞ പ്രകാരം തന്നെയാണ് മോഹനൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിലൊരു മാറ്റവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോട്ടൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അലു സന്തോഷത്തിലാണല്ലോ? മോഹനൻ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും തലയെടുത്തുകൊണ്ട് ചോദിച്ചു. 7 മണിക്ക് കടയടയ്ക്കും. എന്നാലും വീട്ടിലേക്ക് പോകാൻ 11 മണി കഴിഞ്ഞ് ചേച്ചിയും നാരായണനും മോഹനും രാവിലത്തേക്കുള്ള എല്ലാം ചെയ്തു തീർത്തതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങുക. അലോഷി നേരെ മോഹന്റെ അടുത്തെ കസാരയിലിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ഇന്ന് വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അവൾ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നടന്നു ആ വീട്ടിൽ. അലോഷി പറയുന്നത് നായരേട്ടനും മോഹനും ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നാലും ഗോപാലിന്റെ മാറ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ല. നായരേട്ടൻ സംശയത്തോടെ പറഞ്ഞു. എനിക്കും ആദ്യം വിശ്വാസം വന്നില്ല. പിന്നെയെല്ലാം സംസാരിച്ചപ്പോ വിശ്വാസമായി. പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ലല്ലോ. സ്വയം തിരിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ പിന്നെ കൂടെ നിൽക്കണം, ഒറ്റപ്പെടുത്താതെ. ജഗന്റെ വിവാഹം തീരുമാനിച്ചു. അലോഷി പറഞ്ഞപ്പോൾ മോഹൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആരാണാവോ ആ ഹതഭാഗ്യ? മോഹനൻ ചോദിച്ചു. എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ പെൺകുട്ടി അവിടെ വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോ ജാനിയെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഭാസ്കരൻ ഏർപ്പാടാക്കിയ ഹോം നേഴ്സാണ്. കോളേജിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിത്രേ. ആദ്യം ആ പെൺകുട്ടിയുടെ ആങ്ങള ഇപ്പൊ കിടപ്പിലാണ്. കാരണം ജഗനും കൂട്ടുകാരുമാണെന്നാണ് വെപ്പ്. സിമ്പതി വർക്കൗട്ട് ആയതാണ് കാര്യം. എന്നതായാലും അവന്റെ തലയിൽ നല്ല ബുദ്ധി ഉദിച്ചു. ജാനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം, അവൾ ഒറ്റത്തടിയായി കഴിയുന്നതിൽ എനിക്കും ഒരു പങ്കുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എനിക്ക് നല്ല ഒരാളെ കണ്ടുപിടിച്ച് ജാനിയെ ഏൽപ്പിക്കണം. അലോഷി നെടുവീർപ്പോടെ പറഞ്ഞു. അലോഷി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമ്മതിക്കോ? മോഹനൻ മുഖവരയുടെ അവനോട് ചോദിച്ചു. എന്നതാ? കണക്ക് പുസ്തകത്തിലൂടെ കണ്ണോടിച്ചുണ്ട് ചോദിച്ചു അലോഷി. ഞാനും നീയും ജാനിയും ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നവരായിരുന്നല്ലോ. നിന്നെ പോലെ തന്നെ ഞാനും അവളെ കളിക്കൂട്ടുകാരിയാണ് കണ്ടത്. പക്ഷെ കിടപ്പിലായി പോയതിന്റെ ദുഃഖം നന്നായി അറിയാവുന്നതാണ് എനിക്ക്. ഈ സമയത്ത് അവൾക്ക് ആശ്വാസം കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ്. വിവാഹം കഴിഞ്ഞ് ജഗൻ കുടുംബമായി താമസിക്കും. ഇപ്പൊ അറിയില്ല അവൾക്ക്. കാലം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നു പോകും. അന്ന് ചെയ്ത പൊട്ടത്തരമായി എന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നുന്ന ഒരവസ്ഥയുണ്ട് മനുഷ്യർക്ക്. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഒരാശ്രയത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകുന്ന സമയം. അവൾക്ക് സമ്മതമാണെങ്കിൽ ഈ അവസ്ഥയിൽ അവളെ കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാണ്. അവരെക്കാൾ സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും അവളെ അന്തസ്സായി പോറ്റാമെന്ന ധൈര്യമുണ്ട് എനിക്ക്. പതിയെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ. നാളെ നിനക്കും മനസ്സിൽ ഒരു കുറ്റബോധമായി ജാനി ഉണ്ടാവാൻ പാടില്ല. നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തി. മോഹനൻ പറഞ്ഞിട്ട് അലോഷിയുടെ വലത് കൈയിൽ പിടിച്ചു. അലോഷി ഒന്നും പറയാതെ അവനെ തന്നോട് അടുപ്പിച്ച് പിടിച്ച് പുറത്തു തട്ടി.
ഒരിക്കലും അലോഷി ചിന്തിക്കാത്ത കാര്യമാണ് മോഹനൻ പറഞ്ഞത്. നീ വലിയ കാര്യമാണ് പറഞ്ഞത്. അവളുടെ കാര്യം എന്നും എൻ്റെ മനസ്സിൽ ഒരു നീറ്റലാണ്. ചെയ്ത തെറ്റുകൾക്ക് ഒത്തിരി അനുഭവിച്ചു അവളെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാനാകില്ല എനിക്ക്. ഞാൻ സംസാരിക്കാം, എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം അവളെ. ആലോഷി നായരേട്ടനെയും ചേച്ചിയെയും നോക്കി. മോനെ, അവരൊക്കെ വലിയ ആളുകളാണ്. നമുക്ക് തറവാട്ട് മഹിമ മാത്രമേ ഉള്ളൂ. പറയാൻ അറിയാലോ നമ്മുടെ അവസ്ഥ. നായരേട്ടൻ തൻ്റെ ഭാഗം പറഞ്ഞു. അതെ മോനെ, അവിടെ നിന്നൊക്കെ ഒരു ബന്ധം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. സൗദാമിനി ചേച്ചിയും പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല ചേച്ചി. അങ്ങനെയെങ്കിൽ ജഗൻ ഒരിക്കലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല. അവർ മാറി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്. പ്രതീക്ഷയോടെ പറഞ്ഞു അലോഷി. നമുക്ക് ശ്രമിക്കാം, പോയാലൊരു വാക്ക് കിട്ടിയാൽ. അലോഷി ചിരിച്ചുകൊണ്ട് മോഹനെ നോക്കി. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ചന്ദനയായിരുന്നു. ചേട്ടായും സോഫി ചേച്ചിയും മക്കളും എല്ലാം വന്നിട്ടുണ്ട്. എവിടെയാ, എത്താറായോ? ഫോൺ എടുത്തപ്പോൾ തന്നെ ചന്ദനയുടെ ചോദ്യം വന്നു. ഞാൻ നായരട്ടൻ്റെ കടയിലുണ്ട്, ദാ ഇതി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി. എന്തായാലും ഞാൻ ഒന്നുകൂടി പോയി ജാനിയെ കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആൽബിച്ചം വന്നിട്ടുണ്ട് വീട്ടിൽ, നാളെ കാണാം. പിന്നെ മോഹന, അതിലൊരു കണക്കെഴുതാൻ വീട്ടിട്ടുണ്ട് കേട്ടോ, വണ്ടിയുടെ വാടക കൊടുത്തത്. പറഞ്ഞപ്പോൾ മോഹനൻ മടക്കിയ പുസ്തകം വീണ്ടും നിവർത്തി. അവന് അത്ഭുതം തോന്നി. എത്ര കൃത്യമായിട്ടാ അലോഷി ഓരോ കാര്യങ്ങളും ഓർത്തു വെക്കുന്നത്. വെറുതെ ഒന്ന് കണ്ണോടിച്ചിട്ടേ ഉള്ളൂ അവൻ. അലോഷി വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നത് നോക്കിയിരുന്നു അവൻ. അലോഷി വീട്ടിലെത്തുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. സോഫി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. അതൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുമുണ്ട്. അലോഷിയും ആൽബിയും കുറെ സമയം സംസാരിച്ചിരുന്നു. കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ലവർ. ഓരോ വിശേഷങ്ങൾ ചോദിച്ച് ചന്ദനയുടെ പിന്നാലെ തന്നെയുണ്ട് ഇവമോൾ. മനോട്ടനും ചന്ദനമേമയുടെ വയറ്റിൽ ഒരു ഉണ്ണിയല്ല, രണ്ടുണ്ണികളാണ് എന്നറിഞ്ഞ സന്തോഷം അവർക്കുമുണ്ട്. ഇപ്പൊ തന്നെ ഏട്ടന് കുഞ്ഞിപ്പെങ്ങളും വഴക്കാണ്. 2 പെൺകുട്ടികളാണെന്നും മനുമോ 2 ആൺകുട്ടികളാണെന്നും പറഞ്ഞാണ് വഴക്ക്. ഒടുവിൽ ചാരുമോൾ ഇടപെട്ട് ഒരു ആൺഭാവയും ഒരു പെൺഭാവയുമാണെന്ന് ഉറപ്പിച്ചു. കുറച്ച് സമാധാനമായി 2 പേർക്കും. ഇവമോൾക്ക് അത്ര രസിച്ചില്ലെങ്കിലും ഒടുവിൽ മനസ്സോടെ സമ്മതം മുളി. ഏറെ വൈകി അവർ പോയി. ഭക്ഷണം കഴിഞ്ഞ് ആലോഷി നെല്ലിക്കാട്ടിലെ ഫയലുകൾ ഓരോന്നായി എടുത്തു നോക്കി. ചന്ദ്രനെ നിർബന്ധിച്ച് കിടത്തിയിരുന്നു. എന്തായാലും ഒരു സൊല്യൂഷൻ കാണാതെ അവൻ കിടക്കില്ലെന്ന് ഉറപ്പായിരുന്നു അവൾക്ക്. രാത്രി ഏറെ വൈകിയാണ് അലോഷിയെല്ലാം നോക്കിക്കഴിഞ്ഞത്. സെറ്റിയിൽ തന്നെ കിടന്നു അവൻ. ഉറക്കത്തിലിടയ്ക്ക് ഉണർന്നു ചന്ദന. അലോഷി കിടക്കാൻ വന്നില്ല എന്നറിഞ്ഞിട്ടും ലൈറ്റിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. സെറ്റിയിൽ കിടന്ന് ഉറങ്ങുന്ന അവനെ കണ്ടപ്പോൾ വിഷമം തോന്നി അവൾക്ക്. ചുറ്റും കുറെ ഫയലുകളും അതെല്ലാം എടുത്ത് ഒതുക്കി വെച്ചു ചന്ദന. എന്നിട്ട് അലോഷിയെ തട്ടി വിളിച്ചു. ഇച്ചാ, അകത്ത് വന്ന് കിടക്ക്, സ്നേഹത്തോടെ പറഞ്ഞു അവൾ. അലോഷി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റു. എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണടഞ്ഞു പോയി. അതവിടെ കിടന്നത്. അവളെ ചേർത്തി പിടിച്ച റൂമിലേക്ക് നടന്നു അവൻ. 2 പേരും പരസ്പരം ആലിംഗനം ചെയ്ത് ഉറങ്ങാൻ കിടന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ഇപ്പോൾ കുറച്ച് മടിയാണ് ചന്ദനയ്ക്ക്. ചാരുമോളാണ് നേരത്തെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നത്. ചന്ദന എഴുന്നേറ്റ് കുളിച്ച് വരുമ്പോഴേക്കും ചായ നീട്ടി ചാരു. ഏട്ടത്തി, അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കാരാ ഇവിടെ ഏട്ടത്തിക്ക് സഹായത്തിന്? ചന്ദനയെ നോക്കി ചോദിച്ചു ചാരു. പപ്പയച്ചിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായാലും ആരെങ്കിലുമൊക്കെ കാണും മോളെ. മോള് വിഷമിക്കേണ്ട. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉഴപ്പാതിരിക്കാനാണ് മോളെ ഹോസ്റ്റലിൽ ചേർത്തത്. ഓർമ്മ വേണം കേട്ടോ. എല്ലാവരോടും വെല്ലുവിളിച്ച് നിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നതാണ് ഇച്ചൻ. മറക്കാതെ നല്ലോണം പഠിക്കണം, ചന്ദന ഓർമ്മപ്പെടുത്തി. ഏട്ടത്തി നോക്കിക്കോ, സാന്ദ്ര നെല്ലിക്കാടൻ ഡോക്ടറായിരിക്കും. നെല്ലിക്കാടിന് മുറ്റത്ത് ഒരു ബോർഡ് വയ്ക്കുന്നതിന് മുൻപ് ഈ വീടിൻ്റെ മുറ്റത്ത് ബോർഡ് തൂക്കും ഞാൻ. സിസ്റ്റർ ഓഫ് അലോഷി നെല്ലിക്കാടൻ, ഡോക്ടർ സാന്ദ്ര നെല്ലിക്കാടൻ എന്ന ബോർഡ് അഭിമാനത്തോടെ പറഞ്ഞു ചാരു. ഇത് വാടക വീടാണ് മോളെ. ഡോക്ടറായി വരുമ്പോൾ ഇച്ചൻ പുതിയൊരു വീട് വയ്ക്കാൻ പ്രാർത്ഥിക്ക്. ആ വീടിന് മുന്നിൽ വെക്കാൻ ബോർഡ്. ചന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാണ്, ഓക്കെ ഡൺ. പെരുവിരൽ ഉയർത്തി കാണിച്ചു ചാരു. ചായ കുടിച്ച് കപ്പ് കഴുകി വെച്ച് അലോഷിക്കുള്ള ചായയുമായി ചന്ദന അകത്തേക്ക് പോയി. അലോഷി എഴുന്നേറ്റ് ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാ നേരത്തെ? ചന്ദന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇരുന്ന് ചെക്ക് ചെയ്താണ്. ഓർഡർ വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓൾറെഡി അവർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നിന്റെ പാട്ടിയുടെ അച്ചാറുകൾ മാർക്കറ്റിൽ പിടിച്ചു. ഇവിടെ മാത്രമല്ല കേട്ടോ, വിദേശികളുടെ നാവിലും സ്വാദുണർത്തി ഉദയം അച്ചാറുകൾ. അലോഷി സന്തോഷത്തോടെ പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ചു. കവളിൽ അമർത്തി ചുംബിച്ചു. അത് കേട്ടപ്പോൾ അവൾക്കും സന്തോഷമായി. തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. അവരെക്കാൾ ഉപരി പാട്ടിയും. ചന്ദന അവരെ ഓർത്തു. ഒരു നിമിഷം ചന്ദന അറിയാതെ തന്നെ അവളുടെ മിഴികൾ നിറഞ്ഞു. ഒരു നിമിഷം അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി അവൾ. അവളുടെ മുഖം കണ്ടപ്പോൾ ചായ കുടിച്ച് കപ്പ് നീട്ടി അലോഷി.
എന്തുപറ്റി? മുഖം മാറിയല്ലോ. അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൻ. ഏറ്റവും സന്തോഷിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. പക്ഷെ അച്ഛനും അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നിച്ച. ഈ സമയത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ സഹായത്തിന് അമ്മ വരുമായിരുന്നല്ലോ അല്ലേ? നിറകണ്ണുകളോടെ അവൾ ചോദിച്ചപ്പോൾ ഹൃദയത്തിൽ തട്ടി അലോഷിയുടെ. അതിനല്ലേ 6 അടി പൊക്കത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉള്ളത്. അച്ഛനും അമ്മയും ഈ സമയത്ത് കൂടെ വേണമെന്നും അവരുടെ സ്നേഹവും കാര്യത്തിലും പെൺകുട്ടികൾക്ക് ഈ സമയത്ത് അത്യാവശ്യവുമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പലരും ജീവിക്കുന്നുണ്ട്, അനാഥരായി കുറേ ആളുകൾ. നിനക്കിപ്പോൾ ഞാനെങ്കിലും കൂടെ ഉണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും പകരമായില്ലെങ്കിലും നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. എൻ്റെ ചെങ്കൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തന്നിരിക്കും. ആലോഷി അവൾ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ചന്ദന അവനെ ഇറക്കപ്പുണർന്നു. അവൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നിയിരുന്നു അവൾക്ക്. ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് വേണം വിച്ചുവിനെ വിളിക്കാൻ. അവിടെ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഇനി ഏതായാലും നാളെ പുലർച്ചെ പോകാം. ഇനി രാത്രി എന്തായാലും നിന്നെ തനിയെ നിർത്തില്ല ഞാൻ. നേരത്തെ പോയിട്ട് വൈകിട്ട് തിരികെ വരണം. ആലോഷി പറഞ്ഞിട്ട് ടർക്കിയെടുത്ത് കഴുത്തിൽ വളച്ചിട്ടുകൊണ്ട് മുളിപ്പാട്ടും പാടി കുളിക്കാൻ പോയി. ചന്ദന കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് എഴുന്നേറ്റു. ചാരു ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴയ്ക്കുന്നുണ്ട്. ചന്ദന കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചായ കുടിച്ചു കഴിഞ്ഞ് ആലോഷി ചേച്ചിമാർക്ക് എന്തൊക്കെയാണ് ആദ്യം പാക്ക് ചെയ്ത് വെക്കേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. ശിവദാസൻ വരുമ്പോൾ കയറ്റി കൊടുക്കാനും പറഞ്ഞു. ശിവദാസനെ വിളിച്ച് ഓർഡറുള്ള കടകളെ ലിസ്റ്റ് അയക്കാമെന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ കണക്ഷൻ വരുമെന്നും പറയാൻ കമ്പനിയിലെ കാര്യമാണ്. ചെമ്മീൻ കെട്ടിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് 11 മണിയോടെ നെല്ലിക്കടൻ ഗ്രൂപ്പ്സിലേക്ക് പോയി. ഇന്നലെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നു അവൻ.